വെള്ളപ്പൊക്ക ദുരിതം നേരിടുന്ന കുട്ടനാട് മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്, സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, റെജി ചെറിയാൻ MLA, കളക്ടർ ഷാജി വി നായർ എന്നിവരടങ്ങിയ സംഘം വിവിധ പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളും ദുരിതബാധിത പ്രദേശങ്ങളും സന്ദർശിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുമായി സംഘം നേരിട്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ക്യാമ്പുകളിൽ കൃത്യമായ വൈദ്യസഹായം, ഭക്ഷണം, കുടിവെള്ളം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തടസ്സമില്ലാതെ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കർഷകർക്ക് അടിസ്ഥാന സാമ്പത്തിക സഹായം നൽകുന്നതിനൊപ്പം അവരെ കാർഷിക മേഖലയിൽ നിലനിർത്തുന്നതിനാവശ്യമായ നടപടികളും ചർച്ച ചെയ്യുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കൃഷി ഇറക്കി സംരക്ഷിച്ചതായിരിക്കുന്ന സ്ഥലത്തുള്ള പ്രശ്നങ്ങളും മടവീണ സ്ഥലത്തുള്ള പ്രശ്നങ്ങളും അതുപോലെ അനുബന്ധമായ കാര്യങ്ങളും ഒക്കെ അവരുടെ പ്രയാസങ്ങൾ, കെടുതികൾ, വെള്ളം കയറിയതും ഒക്കെ അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ മുഴുവൻ നോട്ട് ചെയ്തിട്ടുണ്ട്, പരമാവധി കാര്യങ്ങൾ. ഇന്ന് വൈകുന്നേരം ആലപ്പുഴ MPയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്ന് ആലപ്പുഴയിൽ ഇരിക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ഉൾപ്പെടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് ഇവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർഷകരും മറ്റ് ദുരിതബാധിതരും ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എം ലിജുവും വ്യക്തമാക്കി. നമ്മുടെ പ്രളയം, വെള്ളപ്പൊക്കം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന കുട്ടനാട്ടിലെ ക്യാമ്പുകൾ സന്ദർശിച്ചാണ് ഞങ്ങൾ ഈ സന്ദർശനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ ഇന്ന് മടവീണ പാടശേഖരങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ജില്ലയുടെ മറ്റു പ്രദേശങ്ങളിലും ഇന്ന് സന്ദർശനം നടത്തും. ബഹുമാനപ്പെട്ട കുട്ടനാട് MLA ഇവിടെ കുട്ടനാട് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ ഒരു ബ്രീഫിംഗ് ഈ ഒരു ടീമിന് മുമ്പാകെ നടത്തിയിട്ടുണ്ട്. ദുരിതബാധിതർക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ സഹായം എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും മഴക്കാല മുന്നൊരുക്കങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇവിടുത്തെ കൃഷിക്കാരനെ നമ്മൾ നമിക്കണം. അവർ ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ അവർ നടത്തുന്നത് സത്യത്തിൽ നാടിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ജോലിയാണ്, അവർക്ക് വേണ്ടി മാത്രമല്ല. ഇവിടുന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ്, നെല്ലായാലും. അതുകൊണ്ടാണ് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത്. അപ്പോൾ അവർ നേരിടുന്ന പ്രതിസന്ധിയും പ്രയാസവും നമ്മൾ എല്ലാ പ്രാവശ്യവും ചർച്ച ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടനാട്ടിലെ കൃഷിക്കാരനെ നിലനിർത്തേണ്ടത് നാടിന്റെ പൊതുവായിട്ടുള്ള ആവശ്യമാണ്. ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ ജീവിക്കുന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴുണ്ടാകുന്ന പരാതികളൊന്നും ആ പരാതികൾ സ്വഭാവത്തിൽ കണ്ട് പരിഹരിക്കാനാണ്. എന്തായാലും ക്യാമ്പുകളിലൊക്കെ തന്നെ പൊതുവായിട്ട് എല്ലായിടത്തും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുള്ളതാണ് കിട്ടുന്ന വിവരങ്ങൾ. എവിടെയെങ്കിലും പരാതികളും പാകപ്പിഴകളും ഉണ്ടെങ്കിൽ അപ്പോഴെപ്പോഴും പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്.